വോയേജ് അക്കൗണ്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. വോയേജ് അക്കൗണ്ടുമായി എന്തൊക്കെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് 3 മാർക്കിനും 5 മാർക്കിനും 8 മാർക്കിനും ഒക്കെ ഡിവിഷണൽ അക്കൗണ്ട് മെയിൻസ് എക്സാമിനേഷന് ചോദിക്കാൻ സാധ്യതയുള്ളൂ. വോയേജ് അക്കൗണ്ട് എന്താണെന്ന് ചോദിക്കാം. വോയേജ് അക്കൗണ്ട് എന്താണ് എന്ന് നമുക്ക് എല്ലാവർക്കും വളരെ സിമ്പിൾ ആയിട്ട് എഴുതാൻ സാധിക്കും. ക്ലിയർ അല്ലേ? ഒരു ഷിപ്പിംഗ് കമ്പനി അവരുടെ പെർട്ടിക്കുലർ വോയേജസിനെ സെപ്പറേറ്റ് ചെയ്ത് അതിന്റെ കോസ്റ്റും കാര്യങ്ങളും ഒക്കെ കാണുന്നതിന് വേണ്ടിയിട്ടാണ് വോയേജ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തത്. കോസ്റ്റ് അല്ല, റവന്യൂ കാണുന്നതിന് വേണ്ടി. ക്ലിയർ ആണോ? എത്ര റവന്യൂ ഓരോ വോയേജിൽ നിന്ന് കിട്ടി, ഓരോ യാത്രകളിൽ നിന്ന് കിട്ടി ഒരു ഷിപ്പിംഗ് കമ്പനിക്ക്. ഈ വോയേജ് അക്കൗണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന് സിമിലർ ആണ്. ക്ലിയർ ആണോ? ആ വോയേജുമായി ബന്ധപ്പെട്ട എല്ലാ ഇൻകം എക്സ്പെൻഡിച്ചറും, ആ ട്രിപ്പുമായി ബന്ധപ്പെട്ട ഇൻകം എക്സ്പെൻഡിച്ചറും വോയേജ് അക്കൗണ്ട്. അതാണ് വോയേജ് അക്കൗണ്ട് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഡിഫൈൻ പ്രൈസ് ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് വോയേജ് അക്കൗണ്ട്. നമ്മൾ പഠിച്ച സമയത്ത് വോയേജ് അക്കൗണ്ടുമായി ബന്ധപ്പെട്ട ഇമ്പോർട്ടന്റ് ടേംസ്, അതിനകത്ത് വരുന്ന ഇമ്പോർട്ടന്റ് ടേംസ് പഠിച്ചു. ഓരോ ടേമും 3 മാർക്കിന് സെപ്പറേറ്റ് ആയിട്ട് ചോദിക്കാം. ഇവിടെ ഫ്രൈറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് ഫ്രൈറ്റ്? ചാർജ് പെയ്ഡ് ബൈ എ കൺസൈനർ ഓർ കൺസൈനർ ടു ദ ഷിപ്പിംഗ് കമ്പനി ഫോർ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഗുഡ്സ് ഫ്രം വൺ പോർട്ട് ടു അനദർ. ഒരു പോർട്ടിൽ നിന്ന് മറ്റൊരു പോർട്ടിലേക്ക് സാധനം കൊണ്ടുപോകുന്നതിന് വേണ്ടി ആ കൺസൈനർ ആയിക്കോട്ടെ, കൺസൈനർ ആയിക്കോട്ടെ, ഷിപ്പിംഗ് കമ്പനിക്ക് കൊടുക്കുന്ന പൈസ, അതിനെ ആ ഫ്രൈറ്റ് എന്ന് വിളിക്കുന്നത്. ഒരു ഷിപ്പിംഗ് കമ്പനിയുടെ പ്രൈമറി സോഴ്സ് ഓഫ് ഇൻകം ആയിരിക്കും ഫ്രൈറ്റ്. പിന്നെ നമ്മൾ പ്രൈമേജ് എന്താണെന്ന് നോക്കിയായിരുന്നു. സ്മോൾ പെർസെന്റേജ് ലെവിഡ് ഓൺ ദ ഫ്രൈറ്റ് ചാർജ്. ഫ്രൈറ്റിന്റെ മുകളിൽ ലെവി ചെയ്യുന്ന ചെറിയൊരു പെർസെന്റേജിനെ പ്രൈമേജ് എന്ന് പറഞ്ഞാൽ അഡീഷണൽ ചാർജാണ്. ഷിപ്പിംഗ് കമ്പനി കളക്ട് ചെയ്യുന്ന അഡീഷണൽ ചാർജ് ആണ്. ക്ലിയർ അല്ലേ? അവർക്കുള്ള ഒരു എക്സ്ട്രാ സോഴ്സ് ഓഫ് റവന്യൂ ആണ് ഈ പ്രൈമേജ്. അതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പറ്റണം. പാസേജ് മണി എന്താ? പാസേജ് മണി എന്താ? ഒരു ടൈപ്പ് ഓഫ് ഫെയർ ആ. ഷിപ്പിംഗ് കമ്പനി കളക്ട് ചെയ്യുന്ന ഫെയർ ആണ്. അതായത് ലഗേജിന്റെ കൂടെ അവരെ പാസഞ്ചേഴ്സിനെയും അല്ലെങ്കിൽ പാസഞ്ചേഴ്സിന്റെയും എന്താണ് ട്രാൻസ്പോർട്ടേഷൻ അവർ നടത്തുന്നുണ്ടെങ്കിൽ അവരിൽ നിന്ന് കളക്ട് ചെയ്യുന്നതാണ് പാസേജ് മണി എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഗുഡ്സ് ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ ഫ്രൈറ്റ് കളക്ട് ചെയ്യുന്നത് പോലെ തന്നെ പാസഞ്ചേഴ്സിനെ ഷിപ്പിൽ ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ അവര് അവരുടെ ഇത് കളക്ട് ചെയ്യുന്നു, പാസേജ് മണി കളക്ട് ചെയ്യും. പിന്നെ അഡ്രസ് കമ്മീഷൻ. അഡ്രസ് കമ്മീഷൻ എന്ന് പറയുന്നത് എന്താ? പെയ്ഡ് ബൈ ഷിപ്പിംഗ് കമ്പനി ടു ചാർട്ടർ ഓർ ഏജന്റ് ഫോർ സോളിസൈറ്റിംഗ് കാർഗോ ഓർ പാസഞ്ചർ ഫോർ ഷിപ്പ്. ഷിപ്പിലേക്ക് കാർഗോ പിടിച്ചു തന്നതിന് അല്ലെങ്കിൽ പാസഞ്ചേഴ്സിനെ പിടിച്ചു തന്നതിന് ഏജന്റിന് കൊടുക്കുന്ന ഒരു തരത്തിലുള്ള കമ്മീഷനാണ് അഡ്രസ് കമ്മീഷൻ. ക്ലിയർ ആണോ? ഇത് പെർസെന്റേജ് ഓഫ് ഫ്രൈറ്റ് ഓർ പാസേജ് മണി ഏൺ, അതിന്റെ ബേസിലാണ് കണക്കാക്കുക. പെർസെന്റേജ് ആയിട്ടാണ് കണക്കാക്കുക. പിന്നെ പോർട്ട് ചാർജ് എന്ന് പറഞ്ഞാൽ എന്താ? പോർട്ട് ചാർജ് എന്താ? എക്സ്പെൻസ് ആ. ഷിപ്പ് ഒരു പെർട്ടിക്കുലർ പോർട്ടിൽ, ക്ലിയർ ആണോ, പെർട്ടിക്കുലർ പോർട്ടിൽ നിർത്തിയിടുമ്പോൾ ഉണ്ടാകുന്ന എക്സ്പെൻസ് ആണ് പോർട്ട് ചാർജ്. ക്ലിയർ അല്ലേ? പൈലറ്റേജ്, ടഗ് സർവീസ്, ബർത്തിങ്, ഡോക്ക് ഡ്യൂ, ഇതെല്ലാം ഇതിനകത്ത് വരും. ഓക്കെ ആണോ? ആ പോർട്ടുമായി ബന്ധപ്പെട്ട പോർട്ട് അതോറിറ്റിക്ക് കൊടുക്കുന്ന ബാക്കി എന്തെങ്കിലും തരത്തിലുള്ള പൈസ, അവരിൽ നിന്ന് കിട്ടുന്ന സർവീസിന് കൊടുക്കുന്ന പൈസ, ഇതെല്ലാം പോർട്ട് ചാർജിനാണ്. പിന്നെ ബങ്കർ കോസ്റ്റ് എന്താണ്? ബങ്കർ കോസ്റ്റ് എന്താ? എക്സ്പെൻസ് ഇൻക്വേർഡ് ഓൺ ദ ഫ്യൂവൽ കൺസ്യൂംഡ് ബൈ ഷിപ്പ് ഡ്യൂറിംഗ് വോയേജ്. വോയേജിന്റെ ടൈമിൽ ഫ്യൂവൽ എത്ര അവർ കൺസ്യൂം ചെയ്യുന്നത്, അതിന്റെ എക്സ്പെൻസ്, അതാണ് ബങ്കർ കോസ്റ്റ്. പിന്നെ സ്റ്റീവ് ഡോറിംഗ് കോസ്റ്റ് അല്ലെങ്കിൽ സ്റ്റീവ് ഡോറിംഗ് ചാർജ്, എക്സ്പെൻസ് പെയ്ഡ് ഫോർ ലോഡിംഗ് ആൻഡ് അൺലോഡിംഗ് ഓഫ് കാർഗോ. കാർഗോ ലോഡ് ചെയ്യാനും അൺലോഡ് ചെയ്യാനുമുള്ള എക്സ്പെൻസ്, അതാണ് സ്റ്റീവ് ഡോറിംഗ് ചാർജ്. ക്ലിയർ അല്ലേ? സോ ഈ ഇമ്പോർട്ടന്റ് ടേംസ് അതെല്ലാം 3 മാർക്സിന് ചോദിക്കാൻ വളരെ സാധ്യതയുള്ളതാ. നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതൊക്കെ എന്താണ്, അതെല്ലാം പ്രോപ്പർ ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കാൻ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം? പഠിച്ചിരിക്കും. അടുത്തത്, സ്റ്റേറ്റ് 2 കോമ്പണൻസ് ഓഫ് എക്സ്പെൻഡിച്ചർ ഇൻ എ വോയേജ് അക്കൗണ്ട്. വോയേജ് അക്കൗണ്ടിലെ 2 പ്രധാനപ്പെട്ട കോമ്പണൻസ് എന്താണ്? ബങ്കർ കോസ്റ്റ്, പോർട്ട് ചാർജ്. 2 പ്രധാനപ്പെട്ട കോമ്പണൻസ് പറയാൻ പറഞ്ഞു, 2 നമ്പർ. ക്ലിയർ അല്ലേ? ഇനി ട്രീറ്റ്മെന്റ് ഓഫ് ഫ്രൈറ്റ് ഏൺ ഇൻ എ വോയേജ് അക്കൗണ്ട്. വോയേജ് അക്കൗണ്ടിലെ ഫ്രൈറ്റിനെ നമ്മൾ എങ്ങനെയാ ട്രീറ്റ് ചെയ്യുന്നത്? ഫ്രൈറ്റ് ഏൺ എങ്ങനെയാ ട്രീറ്റ് ചെയ്യുന്നത്? ഒരു ഇൻകം ആയിട്ടാണ് വോയേജ് അക്കൗണ്ടിൽ കാണിക്കുന്നത്. നമ്മുടെ ഇൻകം തന്നെയാണ് അത്. വോയേജ് അക്കൗണ്ടിൽ നമ്മൾ ക്രെഡിറ്റ് ചെയ്യും. ഇൻകം ആയതുകൊണ്ട് ക്രെഡിറ്റ്, എക്സ്പെൻസ് ആയിരുന്നെങ്കിൽ ഡെബിറ്റ് ചെയ്തേ. ക്ലിയർ അല്ലേ? അത്രയേ ഉള്ളൂ. വോയേജ് ഇൻ പ്രോഗ്രസ് എന്ന് പറഞ്ഞാൽ എന്താ? വോയേജ് ഇൻ പ്രോഗ്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻകംപ്ലീറ്റ് വോയേജ് എന്ന് നമ്മൾ വിളിക്കും. വോയേജ് സ്റ്റാർട്ട് ചെയ്തു, പക്ഷേ അറ്റ് ദ എൻഡ് ഓഫ് അക്കൗണ്ടിങ് പീരീഡ് അവർ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടില്ല. ക്ലിയർ ആണോ? നമ്മൾ ഈ അക്കൗണ്ടിങ് ഇയറിലാണ് അവർ സ്റ്റാർട്ട് ചെയ്ത വോയേജ്, പക്ഷെ നമ്മുടെ അക്കൗണ്ടിങ് ഇയർ എൻഡ് ചെയ്ത സമയത്ത് അവർ ഡെസ്റ്റിനേഷനിൽ എത്തിയില്ല. ദേ ആർ സ്റ്റിൽ ഇൻ പ്രോഗ്രസ്, ഓർ ദ വോയേജ് സ്റ്റിൽ ഇൻ പ്രോഗ്രസ്. അതിനെ വോയേജ് ഇൻ പ്രോഗ്രസ് എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആണോ?
ഇങ്ങനെ വോയേജ് ഇൻ പ്രോഗ്രസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇൻകവും എക്സ്പെൻസും ആ അൺകംപ്ലീറ്റഡ് പോർഷനുമായി ബന്ധപ്പെട്ടുള്ളത് അഡ്ജസ്റ്റ് ചെയ്യാൻ ബാധ്യസ്ഥരാണ്. ക്ലിയർ ആണ്? നമുക്ക് ആ പെർട്ടിക്കുലർ പീരീഡിലെ മാത്രം കണ്ടെത്തിയാൽ മതി. സോ ഇൻകം എക്സ്പെൻസും ആ പെർട്ടിക്കുലർ പീരീഡിലേക്ക് മാത്രമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യേണ്ട ആവശ്യകത എവിടെ വരുന്നു? വോയേജ് ഇൻ പ്രോഗ്രസ് ഉണ്ടെങ്കിൽ. വോയേജ് അക്കൗണ്ടിന് 2 ഫീച്ചേഴ്സ് പറയാനാണ് 12ാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത്. ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ഫോർ എ സ്പെസിഫിക് വോയേജ് ഓർ സർവീസ് ഓഫ് വോയേജ്. ഒരു ഫീച്ചർ ക്ലിയർ ആണ്. നോട്ട് ഫോർ എ ഫിക്സഡ് അക്കൗണ്ടിങ് പീരീഡിലേക്കല്ല, ഒരു പെർട്ടിക്കുലർ വോയേജിനാണ് വോയേജ് അക്കൗണ്ട് നമ്മൾ ചെയ്യുന്നത്. ഇറ്റ് എയിംസ് ടു അസർടൈൻ പ്രോഫിറ്റ് ഓർ ലോസ് ഓൺ ഈച്ച് ഇൻഡിവിജ്വൽ വോയേജ്. ഓരോ വോയേജിൽ നിന്നുള്ള പ്രോഫിറ്റും ലോസും കണ്ടുപിടിക്കുക എന്നുള്ളത് അക്കൗണ്ടിന്റെ ലക്ഷ്യം. 2 ഫീച്ചേഴ്സ് ആയി. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഫ്രൈറ്റ് ആൻഡ് പാസേജ് മണി. ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാം? ഫ്രൈറ്റിനെ പറ്റി പറയാം, അതിനുശേഷം പാസേജ് മണിയെ പറ്റി പറയാം. ക്ലിയർ ആണോ? ആ രീതിയിൽ 2 ആയിട്ട് പറയുക. ഗുഡ്സിന്റെ ട്രാൻസ്പോർട്ടേഷൻ ഈടാക്കുന്നത് ഫ്രൈറ്റും, പീപ്പിൾ അല്ലെങ്കിൽ സാധാരണക്കാരുടെ അല്ലെങ്കിൽ മനുഷ്യരുടെ ട്രാൻസ്പോർട്ടേഷൻ ഈടാക്കുന്നത് പാസേജ് മണി. ഇനി അഡ്രസ് കമ്മീഷനെ നമ്മൾ എങ്ങനെയാ അക്കൗണ്ടിങ് ട്രീറ്റ് ചെയ്യാം? അഡ്രസ് കമ്മീഷൻ നമ്മൾ കൊടുക്കുന്ന, നമ്മളൊരു ഷിപ്പിംഗ് കമ്പനി ആണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന കമ്മീഷനാണ് നമുക്ക് ആൾക്കാരെ അല്ലെങ്കിൽ നമുക്ക് ബിസിനസ് പിടിച്ചു തന്നതിന്. അപ്പൊ നമ്മളെ സംബന്ധിച്ചത് എന്താ? എക്സ്പെൻസ് വോയേജ് അക്കൗണ്ടിൽ എന്ത് ചെയ്യും? ഡെബിറ്റ് ചെയ്യും. അതാണ് അതിന്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ്. ക്ലിയർ അല്ലേ? ഒരു എക്സ്പെൻസ് കൂടുമ്പം അത് ആ വോയേജിൽ നിന്നുള്ള ഏർണിങ്സ് കുറയ്ക്കും, റവന്യൂ കുറയ്ക്കും. ക്ലിയർ ആണോ? ഇറ്റ് റെഡ്യൂസസ് നെറ്റ് റവന്യൂ ഏൺ ഫ്രം ഫ്രൈറ്റ് ഓർ പാസേജ്. 15ാമത്തത് നെയിം എനി 2 എക്സ്പെൻസസ് റിലേറ്റഡ് ടു ഓപ്പറേഷൻ ഓഫ് എ വോയേജ്. ഓപ്പറേഷൻ ഓഫ് എ വോയേജുമായി ബന്ധപ്പെട്ട 2 എക്സ്പെൻസുകൾ. 1 ക്രൂവിന് കൊടുക്കുന്ന വേജ്, 2 പ്രൊവിഷൻസ്. പ്രൊവിഷൻസ് പറഞ്ഞാൽ ഫുഡും സപ്ലൈസ്, ക്രൂവിനായിക്കോട്ടെ പാസഞ്ചേഴ്സിനായിക്കോട്ടെ 2 പ്രധാനപ്പെട്ട എക്സ്പെൻസ്. ഇനി ഇൻകംപ്ലീറ്റ് വോയേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓൾറെഡി നോക്കിയാൽ ഇൻകംപ്ലീറ്റ് വോയേജ് എന്താണ്? സിറ്റുവേഷൻ വേർ എ ഷിപ്പ് ജേർണി ഹാസ് നോട്ട് ബീൻ കംപ്ലീറ്റഡ് ബൈ ദ എൻഡ് ഓഫ് ഫിനാൻഷ്യൽ ഇയർ. ഫിനാൻഷ്യൽ ഇയർ തീരുന്നതിന് മുന്നേ ജേർണി കംപ്ലീറ്റ് ആയില്ല. necessitate apportioning expenses and income for the part of voyage that falls within the current accounting. Proper adjustment നടത്തണം ആ പർട്ടിക്കുലർ അക്കൗണ്ടിംഗ് പീരീഡിലെ ആ പർട്ടിക്കുലർ എന്താ പറയുന്നത് എക്സ്പെൻസിനും ഇൻകം. 17ാമത്തത് സ്റ്റീവ് ഡോറിംഗ് ചാർജിനെ എങ്ങനെ ട്രീറ്റ് ചെയ്യാം? സ്റ്റീവ് ഡോറിംഗ് ചാർജ് നമ്മുടെ എന്താ? ഡയറക്റ്റ് എക്സ്പെൻസ്. ലോഡിങ്ങും അൺലോഡിങ്ങിനും വേണ്ടിയുള്ള എക്സ്പെൻസ് ഡയറക്റ്റ് എക്സ്പെൻസ്. അപ്പൊ വോയേജ് അക്കൗണ്ടിൽ എന്ത് ചെയ്യും? എക്സ്പെൻസ് ആയതുകൊണ്ട് ഡെബിറ്റ് ചെയ്യും. ക്ലിയർ അല്ലേ? Give 2 example of direct expense in a voyage account. Voyage account direct expense 2 example. Bunker cost, port charge, direct expense. How is fuel expense treated? Fuel expense ne നമ്മൾ ഒരു direct expenditure ആയി ട്രീറ്റ് ചെയ്യും. നമ്മൾ എന്ത് ചെയ്യും? പ്രോപ്പർ ആയിട്ട് അതിനെ ഡെബിറ്റ്. ക്ലിയർ? അത് voyage അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യും. Any stock of fuel remaining at the end of voyage is treated as an asset and carried forward. ബാക്കി എന്തെങ്കിലും ഉപയോഗിക്കാത്ത ഫ്യൂൽ ഉണ്ടെങ്കിൽ അസറ്റ് ആയി കൺസിഡർ ചെയ്ത് ക്യാരി ഫോർവേഡ് ചെയ്യും അടുത്ത വോയേജിലേക്ക്. ഓക്കെ അല്ലേ? ഉപയോഗിച്ചതിനെ എക്സ്പെൻസ് ആയി ട്രീറ്റ് ചെയ്യും. ഇനി വോയേജ് അക്കൗണ്ടിങ്ങിൽ ഉപയോഗിക്കുന്ന ഇമ്പോർട്ടന്റ് ടേംസ് എന്തൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്? 3 മാർക്കിന്റെ ചോദ്യമാണ്. എക്സ്പ്ലനേഷൻ ഒന്നും വേണ്ട, ടേംസ് മാത്രം എഴുതിയാൽ മതി. ഫ്രൈറ്റ്, പ്രൈമേജ്, പാസേജ് മണി, അഡ്രസ് കമ്മീഷൻ, പോർട്ട് ചാർജ്, ബങ്കർ കോസ്റ്റ്, സ്റ്റീവ് ഡോറിംഗ് ചാർജ്, വോയേജ് ഇൻ പ്രോഗ്രസ്, ഡിസ്പാച്ച് മണി, ഇങ്ങനെ ലിസ്റ്റ് ഔട്ട് ചെയ്തെഴുതുക. ഓക്കെ ആണോ? ഇതാണ് 3 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് ഈ ഒരു വോയേജ് അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ട് വരാൻ സാധ്യതയുള്ളൂ.